ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കണവ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ മതി. ഇനി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കുക്കറിൽ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് കുക്കർ കണവയുടെ പ്രത്യേകത. അപ്പം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും സവോള കുറച്ചെടുക്കുന്നതായിരിക്കും കണവ റോസ്റ്റിനാണേലും കറിക്കാണേലും നല്ലത്. അല്ലെങ്കിൽ ഒരു മധുരം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചുവന്നുള്ളി കൂടുതൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മളൊരു കുറച്ച് ഉപ്പല്ല, ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും. പിന്നെ എരിവിന് ആവശ്യത്തിന് കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ എരിവ് ബാലൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ശരിക്കും ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും ഗരം മസാലയും ഇപ്പം തന്നെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന 1 കിലോ കണവയാണ്, അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ശരിക്കും കണവ റബ്ബർ പോലെ ആകുന്നു എന്ന് പരാതി പറയുന്നവർക്ക് പറ്റിയൊരു രീതിയാണ് ഞാൻ ഈ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് 1 നാരങ്ങേൻ്റെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങയുടെ നീര് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ്സും നല്ലൊരു ഫ്ലേവർ സ്മെല്ലൊക്കെ കിട്ടും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 4 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഉള്ള വെള്ളം ഇറങ്ങും. അപ്പം ആ വെള്ളം അനുസരിച്ച് മാത്രമേ പിന്നീട് നമ്മൾ ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും എന്ത് വിഭവമാണെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയത് മനസ്സിലായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണം. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 3 വിസിൽ കേൾപ്പിക്കണം. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു കുക്കിംഗ് രീതി. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 3 വിസിൽ. അപ്പോഴത്തേക്ക് നമ്മളുടെ കണവ തീർച്ചയായിട്ടും വെന്തിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ നമ്മളുടെ കണവ കണ്ടാൽ തന്നെ അറിയാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ചാറൊന്ന് വറ്റിച്ചൊരു തിക്ക് ഗ്രേവി ആക്കണം. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.